ഹലോ, എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇതെവിടെയാണെന്ന്. ത്രിവേണി സംഗമമാണ് കേട്ടോ ഈ കാണുന്നത്. തിരുവള്ളുവരുടെയാണ് നമ്മൾ നേരത്തെ പ്രതിമ കണ്ടത്. അപ്പോൾ ഈ വിഷ്വൽസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത്രയധികം പോരാടി മല്ലിട്ടിട്ടാണ് ഇത് എടുത്തതെന്ന് നിങ്ങൾ മനസ്സിലാകണം. കാരണം ഒന്നാമത് നല്ല പോരിഞ്ഞ വെയിലായിരുന്നു. കിട്ടാൻ വേണ്ടിയൊന്നും ഇനി ഒരു വർഷത്തേക്ക് ഒരു ആവശ്യം വരില്ല. പിന്നെ കാറ്റ് എൻ്റെ ദൈവമേ, കണ്ടോ അതിൻ്റെ എഫക്റ്റ് കണ്ടില്ലേ? അവളൊക്കെ പിന്നെ മുടി മാറ്റുന്നതൊക്കെ മാറ്റി പിന്നെ വെറുതെ ഇരുന്നായി. ഞാനാണെങ്കിൽ ഞാൻ കാറ്റ് കൊണ്ട് മരിച്ചു. ആദ്യത്തെ കുട്ടിയായിരുന്നു എന്നെ ആ വള്ളി ഊരിക്ക് മരിച്ചായിരുന്നെങ്കിൽ. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സ്ഥിതിവിശേഷമായിരുന്നു. ബോട്ടൊന്നും തന്നെ പോയില്ല. കാരണം ഞങ്ങൾ വന്നതിന് ശേഷം ഫെറി വെള്ളത്തിൽ മറിഞ്ഞു. പിന്നെ അത് കെട്ടിയിട്ട് വെച്ചു. 2 മണി വരെ ഒരു ഇതും റൈഡൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെയിലൊക്കെ കൊണ്ട് പോരിഞ്ഞാണ് വള്ളം വരെ കണ്ടത്. ഇത് ഞങ്ങൾ നിന്ന് വിവേകാനന്ദ കേന്ദ്രയിലെ പ്രൈവറ്റ് ബീച്ചിലേക്കാണ് ഈ പാലി പോകുന്നത്. പക്ഷെ ഇതൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ പോകുന്നത്. സൺറൈസ് പോയിന്റ്, സൺസെറ്റ് പോയിന്റ് വിചാരിച്ച് അതിന് പണ്ടത്തിന് തന്നെ. പക്ഷെ അവിടെ നിന്നാലും ഞങ്ങൾക്ക് വെള്ളം വരെ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ആ ഒരു ഇതും ഫുള്ള് നമുക്കാണ്. ഇത് പ്രൈവറ്റ് ബീച്ചാണ്. സൺറൈസ് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. ഞാൻ പറയുന്നത് സൺസെറ്റ് അല്ലാതെ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങോട്ട് പോയിക്കൂടായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ച് പോസ് ചെയ്തു. അപ്പോഴാണ് ക്യാമറമാൻ പറയുന്നത് അല്ല ഇത് വീഡിയോ ആണെന്ന്. ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കന്യാകുമാരിയിൽ ഏത് വാട്ടർ ബോഡിയുടെ കരയിൽ നിന്ന് നോക്കിയാലും നമുക്ക് വള്ളുവരുടെ പല ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റും. വള്ളുവരുടെ പല പോസിബിലിറ്റികളിലും പല വ്യൂ പോയിന്റിലും നമുക്ക് കാണാൻ പറ്റും വള്ളുവരെ. അങ്ങനെ ഒരു നല്ലൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് രാവിലെ സൂര്യൻ ഉദിക്കാത്ത ചില കുട്ടികൾ ആദ്യമായി സൺറൈസ് കാണാൻ വെയിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇങ്ങനെയാണ് തുടങ്ങിയത്. ചേഞ്ചായി വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ സീനിക് വ്യൂ ആയിട്ട് ഇത് മാറും. പക്ഷേ സൂര്യൻ ഞങ്ങളെ ചെറുതായിട്ടൊന്ന് ചതിച്ചു. ഞങ്ങൾ വൈകുന്നേരം സൺസെറ്റ് കാണാൻ പോകാത്തതുകൊണ്ട് പുള്ളിക്കാരൻ ആ ക്ലൗഡിൻ്റെ ബാക്കിൽ തന്നെ അങ്ങ് മറന്നിരുന്നോളൂ. ക്ലൗഡാണെങ്കിൽ മാറത്തുമില്ലായിരുന്നു. പക്ഷേ അത് വർത്തായിരുന്നു. സണ്ണ് നല്ല കാണാൻ പറ്റിയില്ലെങ്കിലും അതിന് ശേഷം സണ്ണ് ഞങ്ങൾ നന്നായിട്ട് കാണിച്ചു. ഞങ്ങൾ താങ്ങിയില്ല സണ്ണ് കണ്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പരാതിയൊന്നുമില്ല. അങ്ങനെ ആ ഒരു വരച്ചു വെച്ചതുപോലെയായിരുന്നു ആകാശം. സത്യം പറഞ്ഞാൽ ശരിക്കും പലരും പറയാല്ലേ ദൈവത്തിൻ്റെ സ്കെച്ചാണ് നമ്മുടെ ഈ കാണുന്ന ഭൂമിയും കാഴ്ചകളും എന്നൊക്കെ പറയുന്നത്. ശരിക്കും അർത്ഥവത്തായതാണെന്ന് ഈ ഭംഗി കണ്ടപ്പോൾ പലപ്പോഴായിട്ട് തോന്നി കേട്ടോ. അത് നിങ്ങൾക്കും കണ്ടാൽ തോന്നുമായിരിക്കും. കണ്ടു നോക്കണേ, എന്നിട്ട് പറയണേ.